എടാ പുല്ലേ, നീ ഇനി മേലാൽ ഈ പ്രദേശത്തൊന്ന് അടിച്ചു നിലച്ചു. അത് 15 കൊല്ലം പറയാതെ ചേട്ടാ എന്ന് പറയും നടന്നേച്ച് പിന്നെ കഥയും കൊണ്ടുവരരുത്. എമ്പുരാന് പിന്നിൽ പൃഥ്വിരാജ് അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി എന്തായിരിക്കും? ഞാനില്ലാത്തായിരിക്കും അഭിനയിക്കാനേ. ഞാൻ വിചാരിച്ചു. എക്സ്പ്രഷൻ കണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞ മുഴുവൻ കേട്ടില്ല. അത് വിവേക് ഓബറോയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, അവസാനം ആ മോള് പറയുന്നിടത്തൊക്കെ ആ മോളെ കൊണ്ട് തന്നെ ചൗകുറ്റിക്കിട്ട് 2 എണ്ണം കുടിപ്പിച്ചേനെ. അടിപൊളി. രണ്ടുപേരും അറിഞ്ഞ ഒരു വിശ്വാസം അവനിൽ കൊടുത്തത് കൊണ്ടാണ് അവൻ ഇത്രയും ധൈര്യം വന്നത്. അല്ലെ, മിനിയാന്ന് മോഹൻലാൽ പറഞ്ഞിട്ട് അല്ല കുറച്ച് പേരെ വെച്ചേക്കെ പടമെടുക്കുന്ന സംവിധാനം 100-400 പേരും. ഇപ്പൊ എന്ത് മാറി രാജു. മറ്റേ പണ്ട് പല എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കാൻ ജഡാ നമസ്കാരം വേഗം ഇങ്ങനെ എടുക്കും. ഞാൻ പറയടാ കുഞ്ഞെ, അവർക്ക് എന്താ വഴിപാടോ നിന്നെ നമസ്കാരം പറഞ്ഞിട്ട്? മോനെ ഇങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ കുറച്ച് കളിയാക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ആരോണ്ട് പറഞ്ഞിട്ട് അയ്യോ ചേട്ടൻ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളുടെ കൂടെ എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ നോക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് മാറിക്കാണും കുറച്ച്. അതുപോലെ രാജുവിന് എന്നോട് എന്ത് സ്നേഹം ഉണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം. അത് അത്ര കണ്ടറിയാമോ സുപ്രിയയ്ക്കും ഇന്ദ്രജിത്തിനും പൂർണിമയ്ക്കും ഒക്കെ എന്നുള്ളതിനെക്കുറിച്ചുള്ള സംശയമേ ഉള്ളൂ. പക്ഷെ അപ്പോൾ ഓരോന്നും അനലൈസ് ചെയ്ത് ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അതൊക്കെ പറയാൻ ഒരു മോഹൻലാലിന് തോന്നിയ മനസ്സ് എല്ലാ സിനിമാക്കാർക്കും ഉണ്ടാകുന്ന ഈ ജന്മത്തിൽ വിചാരിക്കേണ്ട പറയത്തുമില്ല. തോന്നിയാലും അത് സത്യമാണ്. എമ്പുരാൻ സിനിമ എന്തായാലും ഇയാൾ കാണണം. കേരള മുഖ്യമന്ത്രി കാണണം. അദ്ദേഹത്തിന് കാണാൻ റെഡിയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മോഹൻലാലിൻ്റെ അടുത്ത് ആൻ്റണിയോട് പറഞ്ഞ് പ്രത്യേക ഷോ വരെ ഇടിയിക്കും. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ആടുജീവിതം എന്ന് പറഞ്ഞ മൂവിയൊക്കെ നമ്മളെയൊക്കെ ഭയങ്കര ടച്ചിങ് ആണ്. ഇപ്പൊ എല്ലാ അമ്മമാർക്കും മകൻ ഇങ്ങനെ അടികൊള്ള അങ്ങനെ ഭയങ്കര കഷ്ടപ്പെടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലേ. മല്ലികാമ്മയാണെങ്കിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. അല്ല സത്യം. അല്ല, എനിക്ക് ഒരുപാട് ഒരു അഭിമാനം. എനിക്ക് ബ്ലസ്സി സാറിനോട് അതിന് വലിയ നന്ദിയുണ്ട്. കാരണം ആദ്യമായിട്ട് തന്നെ ഈ ഡൽഹിയിൽ നിന്നൊക്കെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലൊക്കെ ഇരിക്കുന്ന വലിയ വലിയ ആൾക്കാർ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയവരും ഒക്കെ തന്നെയാണ് കുറേ പേര്, നമ്മളെ അറിയാമല്ലോ. ഞങ്ങൾ ഇന്നലെ ഇത് കണ്ടു പറഞ്ഞ് എന്താണ് പൃഥ്വിരാജ് ചെയ്തതെന്ന് അറിയാൻ തന്നെയാണ് പോയി കണ്ടത്. അല്ലാതെ ഈ പുസ്തകം ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അന്ന് അസാധ്യ പെർഫോമൻസ് ആട്ടോ. രാജു ആണെന്നേ തോന്നിയില്ല ചില സീനുകളിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അതൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ദൈവമേ പാവം, അവനവിടെ ചെന്ന് കിടന്ന് ഇത്രയും കഷ്ടപ്പെട്ടതിന് ഇത്രയും ആൾക്കാരത് നന്നായിട്ട്. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളെ ഇത് തോന്നിയാലും ഇത് പുറത്ത് പറയാനുള്ളൊരു മനസ്സുണ്ടല്ലോ. അത് തോന്നിയാലും എനിക്കത്ര വലിയ ആനയാന്ന് തോന്നിയില്ല എന്ന് പറയുന്ന ചില കുശാഗ്ര ബുദ്ധികളുണ്ട് ഈ നാട്ടിൽ. അപ്പോൾ അത് അവൻ്റെ സംസ്കാരം, അത്രേ ഉള്ളൂ. ഇതൊക്കെ പറയണമെങ്കിൽ മനസ്സിനൊരു വലിപ്പം വേണം, തുറന്ന് പറയണമെങ്കിൽ. അതാ ഞാൻ മോഹൻലാലിൻ്റെ കാര്യം ആദ്യം പറയാം. കാരണം മോഹൻലാൽ അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. എനിക്ക് എല്ലാ തരത്തിലും രാജുവിനെ ഇഷ്ടമാണ്, മിടുക്കൻ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ അവിടെ തീരും കാര്യം, ഉത്തരം അല്ലേ. പക്ഷേ അപ്പോൾ ഓരോന്നും അനലൈസ് ചെയ്ത് ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അതൊക്കെ പറയാൻ ഒരു മോഹൻലാലിന് തോന്നിയ മനസ്സ് എല്ലാ സിനിമാക്കാർക്കും ഉണ്ടാകുന്ന ഈ ജന്മത്തിൽ വിചാരിക്കേണ്ട പറയത്തുമില്ല. തോന്നിയാലും അത് സത്യമാണ്. അത്രയാണ്. അപ്പം നമ്മള് ഒരുപാട് എമ്പുരാനെ പറ്റി സംസാരിച്ചു. തീർച്ചയായിട്ടും ഞാനും അത് തന്നെ പറയാൻ വരുന്നത്. ദൈവമേ, ഇങ്ങനൊരു ദിവസം ആയിരുന്നു എനിക്ക് എമ്പുരാന്റെ പേരും പറഞ്ഞിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. അതെ, ഇനി നമുക്ക് ഒരു കുഞ്ഞു സെഗ്മെന്റിലേക്ക് കൂടി പോയാലോ? അതാണ് ആ സെഗ്മെന്റ് എമ്പുരാനെ ബേസ് ചെയ്ത് തന്നെയാ. നമ്മളൊരു കുട്ടി സെഗ്മെന്റിലേക്ക്, ഫൺ സെഗ്മെന്റ് ആണ്. എമ്പുരാനെ പറ്റി സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇനി നമ്മൾ ലൂസിഫർ എന്ന മൂവി ഒരു 1965-75 പോവുകയാണെങ്കിൽ അന്ന് ലൂസിഫർ അങ്ങോട്ട് ബാക്ക്വേർഡ് പോയി അന്നുണ്ടായിരുന്ന നമ്മളുടെ ആർട്ടിസ്റ്റുകൾ ആരൊക്കെയായിരിക്കും ഈ കഥാപാത്രം, ഇപ്പോഴത്തെ കഥാപാത്രം ചെയ്യുന്നത്? ഓക്കെ അല്ലേ? ആദ്യം തന്നെ അറിയാലോ, നമ്മളുടെ ലാലേട്ടൻ ചെയ്ത് സ്റ്റീഫൻ നെടുമ്പള്ളി. ഖുറേഷി എത്ര കൊല്ലം മുമ്പ്? 1965-75 അന്ന് സത്യമാഷ്. അതെ അല്ലേ? ഇവിടെ ലാലേട്ടന്റെ തീർച്ചയായിട്ടും സത്യമാഷായിരിക്കും. കാരണം ഇപ്പൊ കൊട്ടാരക്കര ചേട്ടനൊക്കെ നല്ല ആർട്ടിസ്റ്റുകളാണെങ്കിലും ഒരു ഹീറോ ഇത് വരണ്ടേ, ഇമേജും കൂടെ വേണ്ടേ. അതൊക്കെ സത്യമാഷ. അടിപൊളി. പൃഥ്വിരാജ് ചെയ്ത ചിങ്കിടി, സയ്യിദ് മസൂദ്
സത്യം മാഷ്ട കൂടെ 65 ഇവരാരും വന്നിട്ടില്ലല്ലോ. സോമേട്ടൻ 65 തന്നെ വേണമെന്നില്ല, നമ്മുടെ പഴയ കാലഘട്ടം ആ അങ്ങനെ അങ്ങ് പോട്ടെ. അങ്ങനെയാണ് ശിങ്കടിയായിട്ട് എൻ്റെ സുഖോട്ടൻ നമുക്ക് എടുക്കാന്ന്. അടിപൊളിയായിരിക്കും. സത്യൻ സാറും സുകുമാരൻ സാറും ഓക്കെ, അടിപൊളി. ഇനി ഇന്ദ്രജിത്തിന്റെ നമ്മളുടെ ഗോവർദ്ധൻ ഒരു കുറച്ച് നല്ല എന്താ പറയാ സോമേട്ടൻ ആണ്. അടിപൊളി അറിയാമല്ലോ. കണ്ടാ വലിയ സൗമ്യനാന്ന് തോന്നി, പക്ഷെ അഭ്യാസം സകലതും കണ്ടുപിടിക്കാനുള്ള ഭയങ്കര ബുദ്ധിയായിരുന്നു. നമ്മുടെ അറിഞ്ഞടാ സുഖോട്ടനും വലിയ സുഹൃത്തായിട്ടോ. ഞാൻ എപ്പോഴും പറയും, ഏത് പാദയാത്രയ്ക്കും തിരുവല്ലായി ചെന്ന് കയറി ഭക്ഷണം ഉണ്ടാക്കി സുജാത എന്ന് പറഞ്ഞ് സുഖോട്ടൻ കഴിക്കുമായിരുന്നു. കഷ്ടം. എൻ്റെ ദൈവമേ, ഞാൻ എന്നും ഓർക്കും അത്. അപ്പൊ അവര് തമ്മിലുള്ള സുഹൃത്ത് ബന്ധം വെച്ച് നോക്കുമ്പോ ഗോവർദ്ധൻ ആ കോമ്പിനേഷൻ നല്ലൊരു ക്യാരക്ടറാണ് ഗോവർദ്ധൻ. ശരിക്കും നല്ലൊരു ക്യാരക്ടറാണ്. ഇതിലും ഞാൻ കേട്ടത് അങ്ങനെയാണ്. ഇന്ദ്രൻ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണെന്നാണ് കേട്ടത്. അതിപ്പോഴും ആളുകള് വോയിസ് ഓവർ എപ്പോഴും എടുക്കാറുണ്ട്. അന്ന് ഇന്ദ്രജിത്തേട്ടൻ ചെയ്തതിന്റെ ആ സെയിം സംഭവം. ഓക്കെ, നെക്സ്റ്റ് വിവേക് ചെയ്ത ബോബിയുടെ ക്യാരക്ടർ വില്ലൻ. അന്ന് പക്ഷേ സ്റ്റൈലിഷ് ഉമ്മൊക്കെ ഉണ്ടെങ്കിലും ആ വേഷം പറ്റത്തില്ല. അല്ല, എനിക്ക് തോന്നുന്നു അന്ന് ആരായിരുന്നു ഒരു പ്രധാന, അല്ല അത്ര പഴയതാവണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഞാനും ജയന്റെ ആയിരുന്നു ഉദ്ദേശിച്ചത്. കുറച്ച് ഒരു വില്ലനിസം, പിന്നെ ആ ഒരു സ്വാഗ് ലുക്ക് ഒക്കെ. ഇനി ടൊവിനോ ചെയ്ത് ജതിൻ രാംദാസ്. ടൊവിനോയുടെ വേഷം കുറെ കൂടെ ഒരു സൗമ്യനായ ആരെങ്കിലും അല്ലേ? അന്നത്തെ കാലത്ത് ഒരു സൗമ്യത നമ്മൾ ആദ്യം വില്ലനാന്ന് വിചാരിക്കും ആള്, പക്ഷെ അല്ല ആള്. അതൊരു പ്രത്യേക ഒരു ക്യാരക്ടറാണ് ടൊവിനോന്റെ ക്യാരക്ടർ. ഒരു മെയിൻ റോളില് പണ്ടത്തെ പണ്ടൊന്നും പോവണ്ട, മല്ലികാമ്മയ്ക്ക് തോന്നുന്ന ഒരു. നസീർ സാറിനെ ഒരിക്കലും പറയാനൊക്കത്തില്ല വില്ലനായിട്ട് പിന്നെ മാറുന്നൊന്നും. ഇല്ല, അങ്ങനെയല്ല. ടൊവിനോ ശരിക്കുള്ളതാണ്. നമ്മൾ ആദ്യം ഇങ്ങനെ വിചാരിക്കും എന്നാ പറഞ്ഞത്, അത്രേ ഉള്ളൂ. പക്ഷെ ടൊവിനോന്റെ ആ ഒരു ഹീറോയിസം ഒക്കെ സെറ്റ് ആക്കുന്ന ഒരാള്. ടൊവിനോ എന്ന് പറയുമ്പോ നായികയുടെ ബ്രദറും കൂടാ. അതെ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് നസീർ സാറോ. നസീർ സാറ് നല്ലതല്ലേ? സാറ് ഒരു കണ്ടാ സൗമ്യനാണെന്ന് തോന്നുമല്ലോ. അതെ അതെ, അടിപൊളിയാണ്. ടൊവിനോ സെറ്റ് ആയിരിക്കും, അടിപൊളിയായിരിക്കും. ഇനി മഞ്ജു വാര്യർ ചെയ്ത പ്രിയദർശിനി രാംദാസ്, ഒരു ലേഡി. അന്തക്കാലം. മല്ലികാമ്മയുടെ പേരും വേണേ പറഞ്ഞു, നമ്മളൊന്നും നായികമാരെ നോക്കാം. ഈ പറഞ്ഞ എല്ലാ ദുഃഖങ്ങളും കടിച്ചൊതുക്കി. എനിക്കൊന്ന് ഭാരതിയായിരിക്കും നല്ലത്, ജയഭാരതി. കാരണം ഭാരതിക്ക് എല്ലാം ഒരു ബാലൻസ് ചെയ്യുന്ന ഒരാളാണ് ഭാരതി. ദുഃഖവും സന്തോഷവും ഡാൻസും എല്ലാം ഒരുപോലെ കൊണ്ടുപോകും. ഓക്കെ. ഇനി സച്ചിൻ കെദേക്കർ ചെയ്ത PK രാംദാസ്. സീനിയർ കുറച്ച് പ്രായം. ജോസ് പ്രകാശ്. മല്ലികാമ്മ ഓൾറെഡി അറിഞ്ഞായിരുന്നു സെഗ്മെന്റ് ഉണ്ടെന്ന്. അല്ല, അതല്ല, ഞാൻ ഇവരുടെയൊക്കെ കൂടെ എല്ലാവരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. സത്യൻ മാഷ് ഒഴിച്ചു. പക്ഷേ സത്യൻ മാഷ് എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തും കൂടെ ആയിരുന്നു. അന്ന് അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അന്ന് വിമൻസ് കോളേജിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കും. എൻ്റെ ചേച്ചിയെ ചേർക്കാനായിട്ട് വിമൻസ് കോളേജിൽ ചെല്ലുമ്പോൾ സത്യൻ മാഷ് ഇതുപോലെ മോനെ ചേർക്കാൻ അവിടെ ഉണ്ട്. അന്ന് തൊട്ട് ഇവർ വലിയ സുഹൃത്തുക്കളാണ്. അങ്ങനെ അച്ഛന് എപ്പോഴെങ്കിലും ഒരു സിനിമാക്കാരൻ ദുഃഖിച്ച് വിഷമിച്ചിരിക്കുന്നത് കണ്ട് 2 പേരുടെയാണ്, 2 അല്ല 3, സത്യമാഷ്, തിക്കുറി ശിവാമൻ, അടൂർ ഭാസി, 3 പേരും അച്ഛൻ്റെ വലിയ അടുപ്പക്കാരാണ്. അപ്പൊ അങ്ങനെ അല്ലേ? ഓക്കെ. ഇനി സായ് കുമാർ ചെയ്ത മഹേഷ് വർമ്മ. അത് അന്തക്കാലത്തെ അഭിനേതാവ് എന്ന് പറയുമ്പം മഹേഷ് വർമ്മ എന്ന് പറയുമ്പോഴും ഇതുപോലെ അത്യാവശ്യം മെയിൻ ആയിട്ട് നിൽക്കുന്ന തന്നെ ആ ഒരു മൂവിക്ക് വേണ്ട ഒരു ക്യാരക്ടർ തന്നെയാണ്. അന്നൊക്കെ രാജൻ പി ദേവിന്റെ പേര് പറയാമോ? പിന്നെ ഇനി ലാസ്റ്റ് ജോൺ വിജയ് ചെയ്ത പോലീസ് ഓഫീസർ മയിൽ വാഹനം. മയിൽ വാഹനോ? അതാരാ ചെയ്ത്? അത് മയിൽ വാഹനം എന്ന് വെച്ചാ തമിഴ് ചവിട്ടുന്നത്. അത് മലയാളം ഇൻഡസ്ട്രി തന്നെ വേണമെന്നില്ല, പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യം മെയിൻ ആയിട്ട് അല്ല ഉണ്ട്, മലയാളത്തിൽ തന്നെ ഉണ്ടല്ലോ ചവിട്ട് കൊള്ളാനായിട്ട് പറ്റിയ ആൾക്കാർ. ഒരു വില്ലൻ രീതിയിൽ പോലീസിനെ കൈകാര്യം ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ആരായിരിക്കും നല്ലത്? അത് കുഴപ്പമില്ല, ആരുടെങ്കിലും പേര് പറഞ്ഞാൽ മതി. ഉമ്മർ സാർ മതി. KP ഉമ്മർ. അടിപൊളിയായിരിക്കും.
ഓക്കെ, അപ്പൊ നമ്മളുടെ സെഗ്മെന്റും കഴിഞ്ഞു. നമ്മളിപ്പോ 1965-75 ആ കാലഘട്ടത്തില് ലൂസിഫറിന്റെ ഫിലിം വരെ നമ്മൾ ഉണ്ടാക്കി. അയ്യോ ദൈവമേ. അയ്യോ ഓക്കെ. അപ്പൊ മല്ലികാമ്മ നമ്മള് March 27th ആവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് നമ്മള് പറഞ്ഞു പറഞ്ഞപ്പോ എനിക്കും വെപ്രാളം കയറുന്നത്. എക്സൈറ്റ്മെന്റ് ആണ്. എനിക്ക് മാത്രല്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ലീവ് എടുത്തിട്ടാണ് അന്ന് അല്ല സത്യം, ഒരുപാട് പേര് ലീവ് എടുത്തതാണ്. ഇപ്പം ബാംഗ്ലൂരിൽ കണ്ടില്ലേ, ഒരു കോളേജിനെ ലീവ് കൊടുത്തേക്കാണ്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് തോന്നി ഇത്രയും ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഗൾഫിൽ ഒരു കമ്പനി കൊടുത്തിട്ടുണ്ട് നേരത്തെ പോകാം എന്നുള്ളത്. നമ്മളുടെ എക്സൈറ്റ്മെന്റ് ഒക്കെ വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ലണ്ടനിലെ നമ്മുടെ സൽക്കാര നമ്മുടെ പാരഗണിന്റെ ഒക്കെ ഒരു പാർട്ട്ണറൊക്കെയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തെ സ്വന്തമായിട്ട് തുടങ്ങി. അവരും അവിടെ 3:30 വൈകിട്ട്. അപ്പോൾ അതുകൊണ്ട് അന്ന് 7:30 തുറക്കുന്നുള്ളൂ റെസ്റ്റോറൻറ്റ്, ഉച്ചയ്ക്ക് തുറക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പേര് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് മോളെ. എല്ലാം ദൈവം തന്നെ നോക്കണം. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് എമ്പുരാൻ, എൻ്റെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, വലിയ ചേച്ചി അങ്ങനെ ഇങ്ങനെ തള്ളി പിടിച്ചു ഉന്തി എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ എഴുതുന്ന ഭാഷകളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അത് വിട്ടുകള. അവരുടെ ജീവിതമേ ആരാണ്ട് തള്ളിക്കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അവർക്കെല്ലാം തള്ളായിട്ട് തോന്നും. കഷ്ടം. സ്വയമേ ജീവിക്കുന്നവരെല്ലാവരൊക്കെ വല്ലവനെയും തള്ളി ജീവിക്കുന്നവരാണ്. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മക്കളെ ബുദ്ധിമുട്ടിക്കാതെ അത്യാവശ്യം ആരോഗ്യം കയ്യിൽ ഇപ്പോഴും ബാക്കി കിടക്കുന്നതുകൊണ്ട് ജോലിയൊക്കെ ചെയ്ത് അഭിനയിച്ചൊക്കെ ജീവിച്ചു പോകുന്നു. എൻ്റെ മോൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു സംഭവം വരുന്നു. അത് ഇത്ര വലിയ സംസാര വിഷയമാകുന്നു. അത് കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ വരുമ്പോൾ ഒരമ്മ എന്നുള്ള നിലയിൽ എനിക്ക് കേരളത്തിലെ അമ്മമാരോടാണ് ചോദിക്കാനുള്ളത്, എന്തായിരിക്കും നിങ്ങളുടെ ഒരു പ്രതികരണം? ഭഗവാനെ, ഈ ശത്രുക്കളൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു ഭാഗത്ത് പേടിയാണ്. ദൈവമേ ഈശ്വര, അവനെ കാത്തോളണേ. ആ പടം ഗംഭീരം. അവനിത് കൊടുക്കാൻ സന്മനസ് കാണിച്ച ഒരാളുണ്ടല്ലോ, ആൻ്റണി പെരുമ്പാവൂരും മോഹൻലാലും. ഇവർ രണ്ടുപേരും അറിഞ്ഞ ഒരു വിശ്വാസം അവനിൽ കൊടുത്തത് കൊണ്ടാണ് അവൻ ഇത്രയും ധൈര്യം വന്നത്. അല്ലെ, മിനിയാന്ന് മോഹൻലാൽ പറഞ്ഞിട്ട് അല്ല, കുറച്ച് പേരെ വെച്ചേക്കെ പടം എടുക്കുന്ന സംവിധാനം, 100-400 പേരും. ചെറിയൊരു പടം. അത് ലാലു ചുമ്മാ പറയാൻ, ലാലുവിനും അറിയാം ആ സീനിൽ എത്ര വേണമെന്നുള്ളതും അറിയാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു വിനീതമായ അപേക്ഷ, ഇതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടൊരു മെസ്സേജ് എനിക്കിടുക. അമ്മ കണ്ടു കേട്ടോ, കാര്യം ശരിയാണ് മോനെ, ഒരു വലിയ സംവിധായകൻ്റെ രീതിയിലൊക്കെ നല്ലതുപോലെ പഠിച്ച് ഇത് ചെയ്തിട്ടുണ്ട്, വിഷമിക്കേണ്ട എന്ന് നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കുന്നതാണ് ഏറ്റവും വലിയ അംഗീകാരം. സിനിമയെപ്പറ്റി അറിയാവുന്നവർ ഭയങ്കര വിശകലനം നടത്തും. ഞാൻ അത്രയ്ക്ക് വലിയ ഒരു സാഹിത്യത്തിലോട്ട് പോകുന്ന ആളല്ല. എനിക്ക് സാധാരണക്കാരായ ജനങ്ങൾ എൻ്റെ അടുത്തൊന്ന് ഒരു മെസ്സേജ് അയച്ച്, എൻ്റെ നമ്പർ എല്ലാവർക്കും അറിയാം, ഏത് പത്രാപേസി ചോദിച്ചാലും കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊടുക്കരുതെന്നൊന്നും പറയരുത്, കൊടുക്കണം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയണം, അമ്മ മോൻ്റെ പടം കണ്ടു കേട്ടോ, നല്ല ഗംഭീരമായിരുന്നു എന്നുള്ള ആ പറച്ചിൽ കേൾക്കാൻ കാത്തിരിക്കുന്ന എല്ലാ ഭക്തിയോടും കൂടി, മനസ്സിൽ നിറയെ ഭക്തിയോടുകൂടി തന്നെ ഞാൻ വിനയപുരസരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. പുറത്തിറങ്ങുന്നതിൻ്റെ അഭിപ്രായം കേൾക്കാനോ കള്ളത്തരത്തിൽ കൂടെ എടുക്കുന്ന CD ഒക്കെ എടുക്കുന്നതിന് ഇത്തവണ ഞാനും കൂടെ ഇറങ്ങുക. സൈബർ ഇവിടെ ആരാ ആദ്യം ഈ ഇഷ്യൂ കൊണ്ടെന്ന് പറഞ്ഞാട്ടെ. ഉറുമി ഇറങ്ങിയപ്പോൾ മല്ലികാ സുകുമാരനാണ് ഫസ്റ്റ് സൈബർ കേസ് കൊടുത്തിട്ട് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇത് പിടിച്ച് പൊക്കിയത്. അതിന് ശേഷമാണ് ഇത്ര വലിയ ആയത്. അതൊന്നും ആരും പറയൂല. ഇതാദ്യമായിട്ടുള്ള ഒരു കള്ളത്തരത്തിലൂടെ ഒരു CD മോഷണം പോയത് ഇന്ന തിയേറ്ററിൽ നിന്ന് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുത്തളാ ഞാനും ശ്രദ്ധിക്കും. അത് ടെലഗ്രാഫ് ആയാലും ശരി, ഏത് ഗ്രാഫ് ആയാലും ശരി, അതൊക്കെ ഇപ്പോഴേ നമ്മൾ അതിന് വേണ്ടി ശ്രദ്ധിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അറിയിക്കണം, അമ്മ ഇവന്മാരിങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പടം ശ്രദ്ധിച്ച് കാണുക. എൻ്റെ കുഞ്ഞിനെയും ഈ പറഞ്ഞ പോലെ അവൻ ഈ അവസരം കൊടുത്ത ആൻ്റണി, മോഹൻലാൽ, അവരെല്ലാവരും അതെ, അവരുടെയൊക്കെ അധ്വാനം കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഈശ്വര ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ എന്നൊക്കെ തോന്നും. അതുകൊണ്ട് ആ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന അനുഗ്രഹവും ഉണ്ടാവണം, കാണണം, എന്നെ അഭിപ്രായം അറിയിക്കും. അപ്പൊ മല്ലികാമ്മ ഒരു ലാസ്റ്റ് സെഗ്മെന്റും കൂടി. ഓക്കെ, 3 സെഗ്മെന്റ് ആയേ കണ്ടേ. സെഗ്മെന്റിന്റെ പേര് പറയാതെ വയ്യ. മല്ലികാമ്മ പറയണം. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം എന്താന്ന് വെച്ചാ, എമ്പുരാൻ സിനിമ എന്തായാലും ഇയാള് കാണണം. ആര് കാണണം? എമ്പുരാൻ സിനിമ എന്തായാലും ഇയാള് കാണണം. ഒരാള് ഈ എമ്പുരാൻ സിനിമ കാണണമെന്നുണ്ട് മല്ലികാമ്മയ്ക്ക്. അതാരാളുടെ പേരെ പറയാവോ? എന്നുവെച്ചാ അങ്ങനെയല്ല, ഇത് അതിപ്പോ എങ്ങനെ പറയാം, ഒരാള് ഇത് ചിലപ്പോ കാണാൻ അങ്ങനെ മനസ്സിലായോ, അത് കണ്ടേ കേരള മുഖ്യമന്ത്രി കാണണം.
അടിപൊളി. കാരണം അത്രയും അദ്ദേഹം കണ്ടാല് ലെവലിലേക്ക് ചിന്തിച്ചു. അദ്ദേഹത്തിനോട് ഈ പലരും ഈ ഫീഡ് ചെയ്യുന്ന സംഭവങ്ങളുണ്ടല്ലോ പറഞ്ഞു കൊടുക്കുന്നത്, അതെ, ആ. അതിനേക്കാട്ടിൽ കുറെ കൂടെ സത്യസന്ധമായ പല കാര്യങ്ങളും അദ്ദേഹം അറിയും. അദ്ദേഹം അതിനുവേണ്ടി ആക്ഷൻ എടുക്കുകയും ചെയ്യും. അതിന് തീർച്ചയായിട്ടും അതിനുള്ളൊരു ആജ്ഞാശക്തിയുള്ള ഒരാളാണ്. ഞാൻ ഇന്നത്തെ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ, ഞാൻ എല്ലാ മന്ത്രിമാരുടെയും കാര്യം പറയത്തില്ല, ഇല്ല. അത് എല്ലാ പാർട്ടിയിലും ഉണ്ടല്ലോ കുഴപ്പക്കാർ. അതുപോട്ടെ, മുഖ്യമന്ത്രി വേണം എന്ന് വിചാരിച്ചിറങ്ങി തിരിച്ചാൽ അത് നടക്കും. നടക്കും. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. ഇപ്പോൾ ആശാ വർക്കേഴ്സിൻ്റെ കാര്യം ഞാൻ 2-3 സ്ഥലത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവരുടെ വേതനങ്ങൾ ശരിയോ തെറ്റോ, കേന്ദ്രം കൊടുത്തില്ല മറ്റത് ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ഞാനും കൊടുക്കാം. ഒരു ഫണ്ടുണ്ടാക്കി അവർക്ക് കൊടുത്തിട്ട് ഞാൻ കൊടുക്കാം കുറച്ച് പൈസ. ഞാൻ മുഖ്യമന്ത്രിയോട് വളരെ വിനയപൂർവ്വം ഞാൻ പറയുക, സാറേ ബാക്കിയുള്ളതിനൊക്കെ പിരിക്കുന്ന പോലെ നമുക്ക് കേരളത്തിലെ ജനങ്ങളുടെ ഇത് വേണേൽ പിരിച്ച് അവർക്ക് വല്ലതും ജീവിക്കാനുള്ള അത്യാവശ്യത്തിനാണെങ്കിൽ കൊടുക്കാം. അതിലൊരു പങ്കാളിയാവാൻ ഞാൻ തയ്യാറാണ്. മുഖ്യമന്ത്രി കാണണമെന്നാണ് മല്ലികാമ്മയുടെ ആഗ്രഹം. അദ്ദേഹത്തിന് കാണാൻ റെഡിയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മോഹൻലാലിൻ്റെ അടുത്ത് ആന്റണിയോട് പറഞ്ഞ് പ്രത്യേക ഷോ വരെ ഇടിയിക്കും. ആണ്, കാണട്ടെ അല്ലേ? ഓക്കെ. ഇനി ഒരു നടൻ എന്ന നിലയിൽ പൃഥ്വിരാജിന്റെ ഏറ്റവും വലിയ വിമർശകൻ ആരാണ്? നടൻ എന്ന നിലയിലോ? അയ്യോ, വിമർശകൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലെ ചില ആൾക്കാർ. ഞാൻ ഉദ്ദേശിച്ചത് ലൈക്ക് പേഴ്സണലി മൊത്തത്തിൽ ഇപ്പൊ ഒരു പറയല്ലോ. അല്ല, അങ്ങനെ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ചില ക്യാരക്ടേഴ്സിനെ വിമർശിക്കുന്ന അല്ലെ എല്ലാത്തിനെയും വിമർശനങ്ങൾ കേട്ടിട്ടില്ല ഞാൻ. ചിലപ്പോൾ ചില കഥാപാത്രങ്ങളൊക്കെ ഇവരൊക്കെ തമ്മിൽ തന്നെ ഇന്ത്യനൊക്കെ കൊണ്ടിരുന്ന് പറയുമ്പോഴത്തേക്ക് അവർ തമ്മിൽ ചേട്ടാ അതിങ്ങനെയല്ലെന്നല്ല അങ്ങനെയൊക്കെ പറയാറുള്ളൂ. ഇവിടെ ഒരു വിമർശന ബുദ്ധിയ ഒരുപാട് സംസാരം ഞാൻ കേട്ടിട്ടില്ല, സത്യം പറയുക. അങ്ങനെ കേട്ടിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ ക്യാരക്ടർ ചെയ്യേണ്ടത് ഈ പടം ചെയ്യേണ്ട ആണോ, അത് ചെയ്യണോ, ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള വേണ്ട അങ്ങനെയൊക്കെ പറയുന്നതേ ഉള്ളൂ. വിമർശനം ജനങ്ങളല്ലേ പറയേണ്ടത്, തീർച്ചയായിട്ടും ജനങ്ങളാണ്. അതെ. ഇനി എമ്പുരാന് പിന്നിൽ പൃഥ്വിരാജ് അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി എന്തായിരിക്കും? എമ്പുരാന് ശേഷമോ? എമ്പുരാനിൽ പിന്നിൽ എന്ന് വെച്ചാൽ എമ്പുരാനിൽ അത് ശരി. അപ്പൊ എമ്പുരാന്റെ ചിത്രീകരണവുമായിട്ട് സംബന്ധിച്ച് പ്രതിസന്ധി. പാവം ഞാനില്ലാത്തായിരിക്കും അഭിനയിക്കാനേ. ഞാൻ വിചാരിച്ചു അപ്പൊ അവിടെ എക്സ്പ്രഷൻ കണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞ മുഴുവൻ കേട്ടില്ല. അത് പൊന്നു മോളെ, പ്രതിസന്ധിയൊക്കെ അനുഭവിച്ച ഞങ്ങളൊക്കെയാ ഫോണിൽ കിട്ടത്തില്ല, കാണാൻ പറ്റാറില്ല. പാവം എനിക്കറിയാം. അതിനകത്തൊരു 12 മണി 1 മണി വരെയൊക്കെ ഇത് ഷൂട്ടിങ് കഴിഞ്ഞ് വന്നാലും പിന്നെ അത് ഞാൻ ബ്രോഡാഡി കണ്ടത് കേട്ടോ. അവൻ്റെ ദ വേ ഓഫ് അവൻ്റെ ഒരു അയ്യോ, ഞാനത് പറയുകയും ചെയ്യും. അത് എല്ലാവർക്കും പിറ്റേ ദിവസം എത്ര മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങണം, എത്ര മണിക്ക് ആദ്യത്തെ ഷോട്ടിലാരൊക്കെ വേണം, അതുവരെ രാജുവിൻ്റെ ഇതിൽ പാവ അസോസിയേറ്റ് എല്ലാവരോടും വിളിച്ച് പറയും. അപ്പം പ്രതിസന്ധി എന്ന് പറയാൻ അവൻ അനുഭവിച്ചത് ഒരു പക്ഷേ ചില സ്ഥലത്ത് ചെയ്തപ്പോൾ ഈ കാലാവസ്ഥ ഭയങ്കര, എസ്പെഷ്യലി ഞാൻ കേട്ടത് ഗുജറാത്തിലൊക്കെ ഭയങ്കര മഴയുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ ചോദിച്ചപ്പോൾ മഴയാമ്മയെന്ന് ഷൂട്ടിങ് ക്യാൻസൽ ചെയ്തു. അതൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ ടെൻഷനും വിഷമവും ഒക്കെ ഉണ്ട്. കാരണം അവനിങ്ങനെ ടൈം വെച്ചിട്ടാണല്ലോ ഈ കൊണ്ടുപോകുന്നത്. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല മോളെ. അതിപ്പോൾ ഏത് സിനിമയ്ക്കായാലും ഇതൊന്നല്ല, ഒരു കാലാവസ്ഥ, പ്രതികൂലമായ ഒരു കാലാവസ്ഥ വന്നാൽ, കൂട്ടത്തിൽ അഭിനയിക്കുന്ന ഒരാളിന് ഒരു ശാരീരിക അസ്വാസ്ഥ്യം വന്നാൽ, അയ്യോ അതിനൊക്കെയാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. ഈശ്വര ആർക്കും ഒരു പനി പോലും വരുത്തല്ലേ ദൈവമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതൊക്കെ തന്നെ. ആ ഒരു സമയത്ത് ഇങ്ങനെ മഴ വന്നത് കുറച്ചൊരു ഷൂട്ടിംഗ് ഡിലേ ആക്കി എന്നുള്ള ഒരു അതേ ഒരു പ്രതിസന്ധിയായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ. ഓക്കെ. ഇനി പൃഥ്വിരാജ് എന്ന നടനിൽ അമ്മ കണ്ടെത്തിയ ഏറ്റവും വലിയ ക്വാളിറ്റി? അമ്മയെ സ്നേഹിക്കുന്നതാ തീർച്ചയായിട്ടും. അത് ഏറ്റവും ഒരു മഹത്തായ സംഭവം എന്താണെന്ന് വെച്ചാൽ, മൂന്നാമതൊരാൾ കണ്ടാൽ വിചാരിക്കും ഇപ്പം ഭയങ്കര ഗൗരവക്കാരനല്ലേ, മിണ്ടു ചേച്ചിയോടൊക്കെ എന്നൊക്കെ തോന്നുമെങ്കിലും അതാണ് സുഖേട്ടനും. ആ സ്നേഹം അറിയണമെങ്കിൽ അത് അനുഭവിക്കുന്നവർക്കേ പറ്റുള്ളൂ. അത് പരസ്യപ്പെടുത്തി അതൊന്നും നടക്കത്തില്ല. കാരണം അത് വളരെ അച്ചട്ടായിട്ട് ഞാൻ പറയുകയാണ്. സുഹേട്ടനും രാജുവും ആ കാര്യത്തിൽ ഒറ്റുപോലെ അവരുടെ സ്നേഹം എന്താണെന്ന് ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കപ്പെടുന്നവന് പെട്ടെന്ന് ഫീൽ ചെയ്യും. പക്ഷേ അതൊരു പ്രദർശനം കാണില്ല, ഒരു എക്സിബിഷനിസം ഒന്നുമില്ല മോനെ. അങ്ങനെ ഇങ്ങനെ മറ്റേ വിളയിലൊക്കെ അങ്ങനെയാണല്ലോ അമ്മ അത് സുഹേട്ടനും അങ്ങനെയാണല്ലോ. അയ്യോ സുഹേട്ടന ഞാൻ പറയാറില്ലേ, പണ്ട് ഞാൻ എൻ്റെ കൂടെ നിന്ന ഒരു സ്ത്രീ, ഞാൻ എവിടെയോ സുഹേട്ടൻ തന്നെ ഡ്രൈവ് ചെയ്യുക. അപ്പം ഞാൻ ചെന്ന് ഫ്രണ്ട് അപ്പോൾ അവർ പറഞ്ഞു അമ്മ സാരിയുടെ അവിടെ കുറച്ച് വിട്ടിരിക്കുക, അയ്യോ തേച്ചത് പൊള്ളിയത്. ഞാൻ സുഹേട്ടാ 2 മിനിറ്റ്, ഞാൻ ഇതിന് ചേരുന്ന വേറൊരു സാരി ഉണ്ട്. പറഞ്ഞ ഉത്തരം, ഈ സാരി പൊള്ളിയത് കാശില്ലാത്തതുകൊണ്ട് പൊള്ളിയ സാരി ഉടുത്തോണ്ട് വന്നിരിക്കുന്നു മല്ലിക സുമാരെന്ന് ആരും പറയത്തില്ല. ആ പെണ്ണുമ്പിള്ള അത് കണ്ടില്ലെന്നേ പറയുള്ളൂ, സാരമില്ല കയറിയിരിക്കാൻ.
അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് മറ്റേ ശീല അല്ല, അങ്ങനെ അത് വെച്ചോണ്ടൊരു വേറൊരുക്കം അതൊന്നും അങ്ങനെയൊന്നുമില്ല. അതെ അത് അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ജീവിത രീതി അതാ. ഈ വലിയ കാണിക്കലും പിടിക്കലും അതിലൊന്നും അദ്ദേഹം വിശ്വസിക്കുന്നില്ല. അതൊക്കെ കാണിക്കലും പിടിക്കലും ഒക്കെ നമ്മൾ ആരായിരുന്നു എന്നുള്ളത് മൂന്നാമതൊരുത്തൻ പറയണം. നമ്മൾ കാണിച്ചിട്ടല്ല, ഭയങ്കര സംഭവമായിട്ടോ അവരെന്ന് പറയേണ്ടത് എന്നുള്ള ഒരു ഇത് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അത് തന്നെയാണ് സ്നേഹത്തിന്റെ കാര്യത്തിലും. എന്നെ എന്തുമാത്രം സുവേട്ടൻ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം, എൻ്റെ മക്കൾക്ക് പോലും അറിയത്തില്ല. അതുപോലെ രാജുവിന് എന്നോട് എന്ത് സ്നേഹം ഉണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം. അത് അത്ര കണ്ട് അറിയാമോ സുപ്രിയയ്ക്കും ഇന്ദ്രജിത്തിനും പൂർണിമയ്ക്കും ഒക്കെ എന്നുള്ളതിനെ കുറിച്ചുള്ള സംശയമേ ഉള്ളൂ. ഓക്കെ. ഇനി എമ്പുരാൻ എന്ന സിനിമ മല്ലികാമ്മ ആണ് പ്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ സിനിമയിൽ വരുമായിരുന്ന ഒരു മാറ്റം എന്തായിരിക്കും? എൻ്റെ പൊന്ന പടം കണ്ടിട്ടല്ലേ പറയാനൊക്കെ ഉള്ളൂ. എന്നാ പിന്നെ ലൂസിഫർ പിടിക്കാം. ലൂസിഫർ ആണ് സംവിധാനം ചെയ്തതെങ്കിൽ മല്ലികാമ്മയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നതിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം? മാറ്റം എന്ന് പറയുന്നത് മറ്റേ വിവേക് ഓബറോയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ അവസാനം ആ മോള് പറയുന്നിടത്തൊക്കെ, ആ മോളെ കൊണ്ട് തന്നെ ചൗകുറ്റിക്കിട്ട് 2 കുടിപ്പിച്ചേനെ ഞാൻ. അടിപൊളി. സത്യം അതൊക്കെ ചെയ്യണം പെൺപിള്ളേർ. ആ കാണാൻ 10 കൊല്ലം കഴിയുമ്പോൾ കുറെ കഥ പറഞ്ഞിട്ട് എനിക്കിവിടെ അതൊക്കെ സത്യം പറയാം. ഞാനതൊക്കെ പറയുമ്പോൾ വിഷയം മാറിപ്പോവും. ശരിയല്ല. ഒരു കാര്യം സംഭവിച്ചാൽ അപ്പം പറയാനുള്ള ഗട്സ് വേണം. എടാ പുല്ലേ, നീ ഇനി മേലാൽ ഈ പ്രദേശത്തൊന്ന് അടിച്ചു നിന്റെ ചെവ് എന്ന് പറയണം. അത് 15 കൊല്ലം പറയാതെ ചേട്ടാ എന്ന് പറയും നടന്നേച്ച് പിന്നെ കഥയും കൊണ്ടുവരരുത്. അത് തെറ്റ്. നമ്മൾ ബോൾഡ് ആയിട്ടിരിക്കണം അപ്പൊ തന്നെ അല്ലേ? ഓക്കെ. പൃഥ്വിരാജ് മുൻകോപിയാണ് എന്നുള്ള വിമർശനങ്ങളോട് അമ്മ എന്ന രീതിയിൽ എങ്ങനെ പ്രതികരിക്കുന്നു? കോപമല്ല, അവൻ ക്ഷമ കെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വല്ലതും ചോദിച്ചാലേ ഇപ്പം തന്നെ പറയണോ ഞാൻ ഇതിന് മറുപടി? വൈകുന്നേരം പറഞ്ഞാൽ മതിയോ, കുറച്ച് ജോലിയുണ്ട്, ഇങ്ങനെയൊക്കെ പറയും. അത് മുൻകോപമല്ല. അവനെന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ അവൻ ഇൻവോൾവ് ആയിരിക്കുമ്പോൾ ആരെയും ശല്യപ്പെടുത്തരുത്. അതവൻ്റെ ഒരു ജോലിയോടുള്ള കമ്മിറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നാറുള്ളൂ. മുൻകോപിയാണോ എന്ന് ചോദിച്ചാൽ ആളുകൾ പറയുന്നതാണല്ലോ. അതെ, അതെന്തായാലും എന്താറിയോ, ഇപ്പോൾ സാധാരണ രീതി ഇപ്പോൾ എന്ത് മാറി രാജു. മറ്റേ പണ്ട് പല എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കാൻ ചേട്ടാ നമസ്കാരം, നമസ്കാരം വേഗം ഇങ്ങനെ എടുക്കും. ഞാൻ പറയടാ കുഞ്ഞെ, അവർക്ക് എന്താ വഴിപാടോ നിന്നെ നമസ്കാരം പറഞ്ഞിട്ട്? മോനെ ഇങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ കുറച്ച് കളിയാക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ആരാണ്ട് പറയുന്നത് അയ്യോ ചേട്ടാ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളുടെ കൂടെ എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ നോക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് മാറിക്കാണും കുറച്ച്. അതല്ലെങ്കിലും 20-22 വയസ്സിലുള്ള പെരുമാറ്റം അല്ലല്ലോ 40 വയസ്സാകുമ്പോഴേ. അപ്പം ആ പക്വത, ആ ജീവിതം കണ്ട് 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 മനുഷ്യർക്ക് കുറച്ചൊരു പക്വത വരും. ആളുകൾ അങ്ങനെ പറയുമ്പോ അങ്ങനെ പ്രതികരിക്കാറൊന്നുമില്ല. അത് സമയമാകുമ്പോ തന്നെ മാറിക്കൊള്ളുന്നുള്ളത്. ഇനി ലാസ്റ്റത്തെയാണ്, ഫസ്റ്റ് ഷോ ആർക്കൊപ്പം മല്ലികാമ്മ കാണും? ആഗ്രഹം എൻ്റെ മോനൊക്കെ തന്നെയല്ല, ആന്റണി വളരെ സ്നേഹത്തോടുകൂടി ചേച്ചി വേണം. പക്ഷേ അവിടെ പോയാലേ ആദ്യത്തെ ഷോയ്ക്ക് എങ്ങനെ ഇരിക്കും എന്നറിയാലോ, ഒരു ഡയലോഗ് കേൾക്കാനൊക്കത്തില്ല. പ്രത്യേകിച്ച് മോഹൻലാലാണ് ഹീറോ. തിയേറ്റർ മുഴുവനും ലാലേട്ടാ എൻ്റെ ലാലേട്ടാ എന്നൊക്കെ വിളിച്ച് എന്തുവാ പറയുന്നത് കേൾക്കാനൊക്കെ അവസ്ഥ. എനിക്കാണെങ്കിൽ സിനിമ കാണുമ്പോൾ എന്താ പറയുന്ന ഡയലോഗൊക്കെ കേൾക്കണം എന്നൊക്കെയുണ്ട്. എന്നാലും ഇപ്പോൾ ഇവിടെ കണ്ട് 4 തിയേറ്ററുണ്ടെന്ന് പറയുന്നുണ്ട് കൊച്ചിയിൽ. എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നത്. മോളിൽ തന്നെ 2-3 തിയേറ്ററിലുണ്ട്. എവിടെയെങ്കിലും ഒന്ന് കാണും. ഫസ്റ്റ് ഡേ കാണണം എനിക്ക്. കാരണം അതിൻ്റെ റിയാക്ഷൻസ് എല്ലാം ഒന്ന് കറക്റ്റായിട്ട് അറിയാമല്ലോ. പുറത്തിറങ്ങിയിട്ട് കാണാവണമെന്ന് വല്ലവരും പറയും. ഇവിടെ പേര് കേട്ട കുറേ ആൾക്കാരുണ്ട്, പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ പറയും ഇങ്ങനെ പറയും. അത് ആ പറച്ചിലൊക്കെ കണ്ട എനിക്ക് വാസ്തവത്തിൽ എല്ലാവരെയും അറിയാം. പക്ഷെ ആ പറച്ചിൽ കണ്ടാൽ ഇവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് രേഖപ്പെടുത്തുന്നത് പോലെ പറയണം. അല്ലാതെ അവരുടെ പറച്ചിലിനകത്ത് വേറെ ഒരു ദുരുദ്ദേശമുണ്ട്. അതിങ്ങനെ ഇതങ്ങനെ മമ്മൂട്ടി ഇങ്ങോട്ട് പോയി, മോഹൻലാൽ അങ്ങോട്ട് പോയി, പൃഥ്വിരാജ് ഇതോട്ട് പോയി, വടക്കോട്ട് പോയി, കാണണ്ട വെറുതെ കാശ് പോയി. അതെങ്ങനെ ഇവൻ പറയും ഈ തണ്ടികൾ? അല്ല തമാശല്ല, ഞാൻ ആ ഭാഷ ഉപയോഗിക്കാൻ പാടില്ല. എനിക്കെന്തോ ഈ പടം അത്ര ദഹിച്ചില്ല, പക്ഷെ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നവർ കാണും എന്ന് പറഞ്ഞൂടെ? അതല്ലേ ഒരു മനസ്സിൻ്റെ നന്മ എന്ന് പറയുന്നത്. അല്ല ഇയാൾക്ക് ഇഷ്ടപ്പെടാനാണോ പടം എടുക്കുന്നത്? ഒരു പ്രത്യേക വ്യക്തി ഇങ്ങനെ പടം കണ്ടിറങ്ങുമ്പോൾ സ്ഥിരമായിട്ട് അഭിപ്രായം പറയുന്ന ഒരാൾക്കാർ ഒരുപാട് പേരുണ്ട്, ഒന്നൊന്നുമല്ല. അവർ നല്ലത് പറയാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസർക്ക് കോടികൾ കടഞ്ഞ് പടം എടുക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. ഒരു പടം എടുത്ത് എനിക്ക് എന്തോ ഞാൻ പറയാറുണ്ടല്ലോ ചിലപ്പോൾ, അയ്യോ ആ പടത്തിനകത്ത് ഭയങ്കര അടി, പേടിച്ചു പോയി ഞാൻ പറയാറുണ്ടല്ലോ. ഇത്ര അടി വേണ്ടായിരുന്നു, 2 കുറയ്ക്കായിരുന്നു. അതെൻ്റെ അഭിപ്രായമാണ്. പക്ഷെ ആ അടി കണ്ടിട്ട് എഴുന്നേറ്റ് നിന്ന് വിസിലടിക്കുന്ന പിള്ളേരില്ലേ നമ്മുടെ നാട്ടിൽ. അപ്പം അത് ഇഷ്ടങ്ങൾ പലതാണ്. അത് മനസ്സിലാക്കി സംസാരത്തിൽ ആ മാറ്റം കൊണ്ടുവന്നത് ഒരു മനുഷ്യൻ്റെ സംസ്കാരം, തറവാടിത്തം, മാന്യത. അത്രേ ഉള്ളൂ. ഇനി ഒരു ഗസ്സും കൂടി മല്ലികാമ്മയ്ക്ക് അല്ലല്ല അത് ക്യാപ്ഷൻ ഇതല്ല, സെഗ്മെന്റ് അല്ല. നമ്മൾ പറഞ്ഞു മല്ലികാമ്മയ്ക്ക് അതിൽ ഒന്നും അറിയത്തില്ല, നമ്മളെ പോലെ തന്നെ ഒരു പ്രേക്ഷക ആണ്, സസ്പെൻസ് ആണ്.
പക്ഷെ ഗസ് ബൈ മല്ലികാമ. ഓക്കെ, ഓക്കെ. എമ്പുരാൻ എന്ന മൂവിയിൽ മമ്മൂക്ക അല്ലെങ്കിൽ ഫഹദ് ഉണ്ടാകുമോ? ഗസ് ആണ്, മല്ലികാമയ്ക്ക് ഗസ് ചെയ്താൽ മതി, ഉണ്ടാകുമോ? മമ്മൂക്ക ഉണ്ടാവാൻ വഴിയില്ല എനിക്ക് ചേട്ടനറിയില്ല. എനിക്ക് കാരണം ആ തിരിഞ്ഞു നിൽക്കുന്ന ആളിന്റെ രൂപം മമ്മൂക്കൊന്നല്ല. മമ്മൂക്കയ്ക്ക് നല്ല പൊക്കമൊക്കെ ഇല്ലേ? അതെ, പൊക്കം കുറഞ്ഞ ആരെങ്കിലും ആയിരിക്കും. ഇപ്പൊ ഫഹദും ഉണ്ടാവാൻ ചാൻസ്. ഫഹദോ? ഗസ് ആണ്, ചുമ്മാ ഗസ് ചെയ്താൽ മതി. മല്ലികാമയ്ക്ക് തോന്നില്ലെങ്കിൽ മലയാളത്തിലുള്ള നടൻ തന്നെയാണോ അത്? എനിക്കതാ സംശയം. ഞങ്ങൾക്കത് അറിയായിരുന്നെങ്കിൽ അതാ എനിക്ക് തോന്നുന്നില്ല അത് മലയാള നടനാണെന്ന്. എനിക്ക് എന്റെ ഗസ്സാണ്. മലയാളത്തിലുള്ള എല്ലാ നടന്മാരെ ഞങ്ങൾ ഗസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ അപ്പൊ മലയാളത്തിൽ നിന്നല്ല, അല്ല, അപ്പൊ നമുക്ക് ഗസ് ചെയ്യാം. ഗസ് ചെയ്യാം. അപ്പൊ ഞങ്ങളിപ്പോ മലയാളം ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തോണ്ടിരിക്കും. ഇവരായിരിക്കും അല്ല, അവരായിരിക്കും. മമ്മൂക്കയല്ല. പിന്നെയും ഞാൻ വിചാരിച്ചിനി ദുൽഖർ ആയിരിക്കുമെന്ന്. ദുൽഖർ സൽമാൻ. അതെ. പിന്നെ ദുൽഖറിനും ഹൈറ്റ് ഒക്കെ ഉണ്ടെങ്കിലും മമ്മൂട്ടിയുടെ അത്രയും പുറവശം നമുക്ക് നോക്കുമ്പോഴേ മമ്മൂട്ടി നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് വരും. മമ്മൂട്ടി ഒരു നമ്മുടെ എന്താ പറയാ, ഒരു ഹീറോ സങ്കല്പത്തിന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു രൂപമാണ് അല്ലേ? അത്ര എല്ലാം 100% പെർഫെക്റ്റ്. അപ്പം ഇവരൊക്കെ കൊച്ചു പിള്ളേരാകുമ്പം ഇനി ഒന്നില്ലേ ദുൽഖറായിരിക്കാം, പിന്നെ അല്ലാതെ. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദുൽഖറും ഇപ്പോൾ ഫഹദിൻ്റെ പേര് കേട്ടു, ദുൽഖറിൻ്റെ കേട്ടു, വേറെ ആരൊക്കെയോ പറയുന്നത് കേട്ടു. ഞാൻ വിചാരിക്കുന്നത് ഇനിയും മലയാളി അല്ലാത്ത മലയാള സിനിമയിലെ അല്ലേ നടൻ, അല്ല തമിഴോ ഹിന്ദിയോ തെലുങ്കോ ഒക്കെ ആണോ ആയിരിക്കും നമ്മളുടെ അങ്ങനെ ആയിരിക്കുമെന്നാണ് ഞാൻ ഗസ് ചെയ്തത്. അതെ, അതല്ലെങ്കിൽ ചിലപ്പോൾ മലയാളിയാണെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ ഒരു തരത്തിൽ ആകെ മൊത്തം അറിയാവുന്ന ഒരു വെള്ള ഷർട്ടും ഡ്രാഗന്റെ പടമാണ്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഓക്കെ, അപ്പൊ മല്ലികാമയുടെ കേസിൽ ദുൽഖർ സൽമാൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു ഭാഷയിലുള്ള ആരെങ്കിലും. ദുൽഖർ സൽമാൻ ആയിരിക്കാം ഉറപ്പിച്ച് പറയാനൊക്കത്തില്ല. ഇല്ല ആയിരിക്കാം, അത് നമ്മുടെ ഗസ് അല്ലേ? അതെ, 2-3 പേരെ ഗസ്. ഇപ്പൊ നിങ്ങൾ ഫഹദിന്റെ ഒക്കെ പേര് പറഞ്ഞില്ലേ, അതുപോലെ ഞാൻ വിചാരിക്കും ദുൽഖറിനും കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട് ഈ പറഞ്ഞ പോലെ. അതെ, പക്ഷെ നമുക്ക് നോക്കാം. ആരോ വരട്ടെ മോളെ, ആര് വന്നാലും അതേ പടത്തിന് നല്ല എല്ലാ അർത്ഥത്തിലും എല്ലാം കൊണ്ടും ഗുണം ചെയ്യുന്ന രീതിയിൽ വരട്ടെ അല്ലേ? അപ്പൊ താങ്ക് യു സോ മച്ച് മല്ലികാമ, ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിനും നല്ല ഒരു സംഭാഷണം പങ്കുവച്ചതിനും താങ്ക് യു. മൈൽ സ്റ്റോൺ എനിക്കൊരു വലിയ പ്രത്യേക അഭിനന്ദനം അറിയിക്കണം. ഞാൻ നിങ്ങളുടെ ഒരു പരിപാടിക്ക് വന്നിരുന്ന ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ, നല്ല പരിപാടിയായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങളൊന്നും ആയില്ലല്ലോ വന്നിട്ട്, പക്ഷെ അതിനുള്ളിൽ ഇത്രയും വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു എൻ്റെ പിള്ളേരോടും ഒക്കെ, ഞാൻ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നല്ല പ്രോഗ്രാമായിരുന്നു, നന്നായിട്ട് അത് ഓർഗനൈസ് ചെയ്തു, നല്ല സ്ഥലത്ത് ഇത്രയും വലിയൊരു ഹോട്ടലിൻ്റെ അതിൻ്റെ അതൊക്കെ ഞാൻ പറയുകയും ചെയ്തു നല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും മഹേഷോൺകാരെ ഞാൻ പറഞ്ഞു എന്ന് പറയണം. ഒരു വയസ്സായ അമ്മ അനുഗ്രഹിച്ചു. ഇതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ. ഞാൻ പറയാനിരിക്കാം, മഹേഷോൺകാരെ കണ്ട ഒരു പ്രോഗ്രാം ഞാൻ പറഞ്ഞുതരാം എങ്ങനെ വേണമെന്നുള്ളത്. പിന്നല്ല, അത്രേ ഉള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച് മല്ലിക. താങ്ക് യു. ശരി, താങ്ക് യു.